ഒരുപാട് പേരോട് ചോദിച്ച 2-3 ചോദ്യങ്ങൾ. ഒന്ന്, OnePlus 12 എടുക്കണോ അതോ S24 എടുക്കണോ? അതേപോലെ S23 വേണോ S24 വേണോ? S24 ഒരു മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ആഫ്റ്റർ 1 മന്ത്? സോ ഈ എല്ലാ കാര്യങ്ങളും കൂടി ഷോർട്ട് ആയിട്ട് ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാണ്. കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഷെയർ ചെയ്യുക, എല്ലാവരും കമന്റ് കൂടി വായിക്കുക, എന്നിട്ട് ഒരു നല്ല ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് ഓരോ ഘടകങ്ങളായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഫോണിന് ഒരു പ്രത്യേകതയുണ്ട്, വേറെ ഒരു ബ്രാൻഡും ഓഫർ ചെയ്യാത്തൊരു പ്രത്യേകത. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് വേണമെങ്കിൽ വരാം. അതാണ് ഗാലക്സി AI ഫീച്ചറുകൾ. പ്രത്യേകിച്ചും ആ സർക്കിൾ ടു സെർച്ച് ഒക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ നമ്മൾ എന്ത് ഒബ്ജക്റ്റിനും സർക്കിൾ ചെയ്താലും അത് ഈസി ആയിട്ട് ആ ഒരു സംഗതിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ കൺവീനിയൻ്റ് ആണ്, സൗകര്യമാണ്. രണ്ടാമത്തെ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു AI ഫീച്ചറാണ് എനിക്ക് തോന്നിയത് ചാറ്റ് അസിസ്റ്റ് ആണ്. നമ്മളൊരു സംഭവം ചാറ്റ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്തിട്ട് അത് അങ്ങനെ പറയണോ വേറെ എങ്ങനെയെങ്കിലും പറയണോ എന്നൊക്കെ ആലോചിക്കുന്ന നേരത്തെ ജസ്റ്റ് ഒന്ന് റൈറ്റിംഗ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ പല ഫോർമാറ്റിൽ അത് എഴുതി കാണിക്കും, ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ സ്പെല്ലിംഗ് ഗ്രാമറൊക്കെ അവിടെ തന്നെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ. എല്ലാ ആപ്ലിക്കേഷനും എല്ലായിടത്തും ഈ സംഗതി യൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ്. ഇത് കൂടാണ്ട് ലൈവ് ട്രാൻസ്ലേറ്റ്, ഒരു ഹിന്ദിയിൽ ഒരാൾ നമ്മൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കും. തിരിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം അവിടെ ഈ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കുക. ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് ഹിന്ദിക്കാരനാണ്, നമുക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂവെങ്കിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് മോഡ് ഓൺ ചെയ്തിട്ടുകൊണ്ട് സംസാരിച്ചാൽ അയാൾ ഹിന്ദിയിൽ പറയുന്നത് ഇംഗ്ലീഷിലേക്ക് മാറ്റി കേൾക്കും, തിരിച്ച് അങ്ങനെയും പറഞ്ഞു കൊടുക്കും. സോ ഇതും വളരെ കൺവീനിയൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ ജനറേറ്റീവ് AI എഡിറ്റ്, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഭവങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയൊക്കെ വെക്കേണ്ടി വരുമ്പോൾ ആ ഫോട്ടോ വൃത്തികേടാവാതെ ജനറേറ്റീവ് രീതിയിൽ അത് ഫില്ല് ചെയ്ത് തരും എന്നുള്ള ഒരു സൗകര്യം ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് S24-ൽ. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു ഫോണിൽ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു സംഗതികൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് S24 എടുക്കാം. 12 വേണ്ട, S23 വേണ്ട, കംപ്ലീറ്റ് അപ്ഗ്രേഡ് ബെറ്റർ ഓപ്ഷൻ. എന്നാൽ ഇത് നമുക്കറിയാം, ഇത് AI ഫീച്ചറുകൾ ഓക്കെ, അതൊക്കെ മാറ്റി നിർത്തി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയെന്നാണെങ്കിൽ S23 നിങ്ങൾ നോക്കുന്നു, S24 നോക്കുന്നു. 23-ൽ നിന്നും ഇതിലേക്ക് എന്തൊക്കെ അപ്ഗ്രേഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ AI ഫീച്ചറുകളാണ്. രണ്ടാമത് അതിൽ 3900 mAh ബാറ്ററി ആയിരുന്നു, ഇതിൽ 4000 mAh ബാറ്ററിയാണ്. സോ ബെറ്റർ ആയ ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 2600 nits ബ്രൈറ്റ്നസ് ആണ് ഇതിന്റെ ഡിസ്പ്ലേയിൽ സാംസങ് കൊടുത്തിരിക്കുന്നത്. അതായത് S24 അൾട്രയുടെ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന അതേ ബ്രൈറ്റ്നസ് ലെവൽ ഇതിലും കൊടുത്തിരിക്കുന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. മുമ്പ് 1750 ആയിരുന്നു S23-ൽ. പിന്നെ ഇതിന്റെ പെർഫോമൻസ് Exynos 2400 S23-ലെ 8 Gen 2-നേക്കാൾ ബെറ്റർ ആയ പ്രോസസ്സറാണ്. ഒരുപാട് പേര് ഈ പ്രോസസറെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നന്നായിരിക്കുന്നു, വേറെ അപാകതകളൊന്നും കാണാനില്ല. പിന്നെ ഇതിന്റെ ക്യാമറ മുൻപത്തെ വെർഷനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ക്വാളിറ്റി വൈസ് ഇമ്പ്രൂവ്ഡ് ആയ ക്യാമറയാണ്. എന്തായാലും ഇത് നിങ്ങൾ എടുക്കുന്ന സ്ഥിതിക്ക് ഇതിന്റെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. ചില സാമ്പിളുകൾ അവിടെ കാണാം, ഒരു വിഷയമില്ല. പിന്നെ ഇതിൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ S23-യേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണ്. ആ ബോർഡറിന്റെ സൈസ് ഒക്കെ വളരെ കുറച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കാണുമ്പോഴും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഡിസ്പ്ലേയിൽ കിട്ടുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഡിസ്പ്ലേ 6.1 ഇഞ്ച് അല്ല 2 ഇഞ്ചാണ്. അതായത് മുമ്പത്തെ 6.1 ഇഞ്ചാണ്, ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ ഇതിന്റെ കൂളിംഗ് സിസ്റ്റം കുറച്ചും കൂടി ലാർജർ ആണ് കഴിഞ്ഞ വെർഷനെ അപേക്ഷിച്ച്. അതേപോലെ Gorilla Glass Victus 2 വരുന്നു, ഫ്രണ്ടിലും ബാക്കിലും വരുന്നു. പിന്നെ 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്, അതും ഗംഭീരമാണ്. സോ S23-ൽ നിന്നും ഇതിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് മാറ്റങ്ങളായിട്ട് വരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ടും S24 എന്ന ഫോൺ ഇഷ്ടപ്പെട്ട് അത് എടുക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് എടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇതിന്റെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. എടുക്കണം എന്നായിരിക്കുന്നവരെ സംബന്ധിച്ച് 23-യേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇത്രയധികം കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം, OnePlus 12 ഒരു അടിപൊളി ഫോണായിട്ട് നിൽക്കുന്നുണ്ട്, ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ ഇത് എങ്ങനെ എന്നുള്ള ആ ചോദ്യം വരുന്നുണ്ട്. എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം, ഇതൊരു കോമ്പാക്റ്റ് ഫോണാണ്. നിങ്ങൾ അങ്ങനെ ഒരു താല്പര്യമുള്ള ആളാണെങ്കിൽ പിന്നെ OnePlus 12 നോക്കണ്ട. ഇതിവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഫോണാണെന്ന് തോന്നുന്നു. 6.82 ഇഞ്ച് വരുന്ന വലിയ ഡിസ്പ്ലേ ഉള്ള വലിയ ഫോണാണ്. സോ കോമ്പാക്റ്റ് എന്ന ഒരു പ്രധാന ഘടകം മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവിടെ S24 നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. പിന്നെ AI ഫീച്ചറുകൾ അത് S24-ലുണ്ട്, OnePlus 12-ൽ എന്നല്ല ഒരു ബ്രാൻഡിന്റെ ഒരു ഫോണിലും കിട്ടാനില്ല. സോ അതുകൊണ്ടും കൂടി തീർച്ചയായിട്ടും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് 12 ഒഴിവാക്കിയിട്ട് S24-ലേക്ക് വരാം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് 7 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 7 ഇയറിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിലും ബെറ്റർ ഓപ്ഷൻ നമുക്ക് സാംസങ് S24 തന്നെയാണ്. പെർഫോമൻസിലേക്ക് ഈ രണ്ട് ഫോണുകളും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും 8 Gen 3 OnePlus-ലുണ്ട്, ഇതിലാകുമ്പോൾ Exynos ആണ്. പക്ഷേ എന്നാലും പ്രശ്നമൊന്നുമില്ല, രണ്ടും അടിപൊളിയാണ്, പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പിന്നെ ഗീക്ക് ബെഞ്ച് സ്കോർ പോലുള്ള കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കണ്ടോ. CPU ടെസ്റ്റ് നടത്തുമ്പോൾ 4800 5900 S24 വളരെ നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഫോണാണെന്ന് വേണം കരുതാൻ. അതേപോലെ GPU ടെസ്റ്റ് നടത്തിയാൽ 13000 16000 റേഞ്ചിലാണ് വ്യത്യാസം വരുന്നത്. കോറുകളും കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞാൽ തന്നെയും പെർഫോമൻസിൽ രണ്ട് ഫോണും യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറം സാംസങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ചില സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇമേജുകൾ. ഞാൻ ജസ്റ്റ് ഇതാ ഇപ്പോൾ വെറുതെ ഇങ്ങനെ 2-3 ഇമേജുകൾ എടുത്ത് നോക്കുമ്പോൾ OnePlus ഇമേജുകൾ നല്ല കോൺട്രാസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് കാണാം.
സാംസങ് കുറെ കൂടി നാച്ചുറൽ ലെവലിലാണ് നിൽക്കുന്നത്. ഇത്തവണ സാംസങ് വളരെയധികം നാച്ചുറൽ സ്റ്റൈലിൽ നിൽക്കുന്ന ഇമേജുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. S24 അൾട്രയുടെ വീഡിയോ ചെയ്തപ്പോഴേ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെയും നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നാച്ചുറൽ ഏരിയയിലേക്കാണ്. റിയലിസ്റ്റിക് ആയ കളറും കാര്യങ്ങളും കുറെ കൂടി നന്നായിട്ട് കാണുന്നതും S24 തന്നെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് ക്യാമറയുടെ കാര്യത്തിൽ. വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാലും ഞാൻ ഇൻഡോർ ലൈറ്റിംഗിൽ നമ്മളൊന്ന് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി വീഡിയോ രണ്ടിലും കിട്ടുന്നുണ്ട്. എങ്കിലും ഫോട്ടോസ് കൂടി നല്ലത് വേണമല്ലോ. രണ്ടും കൂടി നല്ലതായിട്ട് വരുന്നത് S24 സോ S24 നമ്മളിവിടെ നന്നായിട്ട് തോന്നുന്നു. എനിക്ക് നിങ്ങൾക്ക് ഏതാണ് തോന്നിയതെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഒരു കാലത്ത് മോശമല്ല, അത് ബെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെയും അത് ആ ഒരു ഫുൾ പവറിൽ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ്. പക്ഷേ ക്വാഡ് HD ഡിസ്പ്ലേ ഉണ്ട് OnePlusൽ. അത് നിങ്ങൾക്കൊരു പ്രധാന ഘടകമായിട്ട് തോന്നുമെങ്കിൽ പിന്നെ OnePlus എടുക്കുക വഴിയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ OnePlusൽ വേറെയും ഉണ്ട്. പക്ഷേ കോമ്പാക്ട് ഫോണിന്റെ കാര്യം നമ്മളോട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നന്നായിരിക്കുന്നു, ഒരു വിഷയമില്ല എന്ന് തന്നെ പറയാം. ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ തന്നെയാണ്. ഇനി പ്രൊട്ടക്ഷന്റെ കാര്യം നോക്കിയാൽ S24 ഫ്രണ്ടിലും ബാക്കിലും Gorilla Glass Victus 2 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ OnePlusൽ Gorilla Glass Victus 2 ഫ്രണ്ടിലുണ്ടെങ്കിലും പുറകിൽ Gorilla Glass 5 കൊടുത്തിട്ടുള്ളൂ. അതേപോലെ OnePlusൽ IP65 ആണ് റേറ്റിംഗ്, വാട്ടർ റേറ്റിംഗ് കിടക്കുന്നത്. S24ൽ IP68 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ സാംസങ് S24ൽ നമുക്ക് OnePlusനേക്കാൾ നന്നായിട്ട് കിട്ടും. OnePlusലും ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. കാരണം S24 ഇപ്പോഴെങ്ങനെ നമുക്ക് ഇതിനായിട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് S24ൽ ബെറ്റർ ആയിട്ട് കിട്ടും. ഒരു എൻഹാൻസ്ഡ് ആയ ഫ്ലാഗ്ഷിപ്പ് യൂസർ എക്സ്പീരിയൻസ്, ഒപ്പം തന്നെ സെഗ്മെന്റ് ഓൺലി ആയിട്ടുള്ള ഈ ഫോണിൽ മാത്രം കിട്ടുന്ന തരത്തിലുള്ള ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറം ഞാൻ ഈ പറഞ്ഞത് S24 എന്ന ഫോൺ ഇഷ്ടപ്പെട്ട് ഈ ഒരു മാസം ഉപയോഗിച്ച എൻ്റെ എക്സ്പീരിയൻസ് ചോദിച്ച ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ്. OnePlus 12 S23 നോക്കിക്കൊണ്ട് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ കണ്ണടച്ച് പോയിട്ട് ആരും എടുക്കണ്ട. നിങ്ങൾക്ക് ഈ ഫോൺ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. സാംസങ്ങിൻ്റെ ഷോറൂമിൽ മറ്റോ ചെന്നിട്ട് ഈ ഫോൺ എടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ അതുപോലെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രം എടുക്കുക. കണ്ണടച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല. കണ്ണ് തുറന്ന് പോയി പരിശോധിച്ചിട്ട് എടുത്താൽ മതി. സോ അപ്പോൾ അത് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഗുണമാണ്. ഒപ്പം തന്നെ 79,999 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. EMI ഉണ്ട്, 24 മാസത്തെ EMI ഒക്കെ കിട്ടുന്നുണ്ട്. സോ EMIയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് തന്നെ ഇത് പോയിട്ട് എടുക്കാവുന്നതാണ്. സോ ജനറലി ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷം നോക്കുമ്പോഴും ഗംഭീരമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ചെറു വീഡിയോ നിങ്ങളുടെ കുറേ ചോദ്യങ്ങളുടെ ആൻസറൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.